നമ്മളുടെ വിമല ഹൃദയ പ്രതിഷ്ഠയുടെ 18-ാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞു. ബലഹീനതകളുടെ മേൽ വിജയം നേടുക എന്നുള്ള ഒരു വിചിന്തന വിഷയത്തിലാണ് നമ്മൾ. നമ്മുടെ തന്നെ കുറവുകളെ നമ്മൾ നോക്കിക്കാണുകയും അതിനെ എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളഞ്ഞ് പരിഹരിച്ച് നമ്മുടെ ജീവിതത്തെ മൊത്തത്തിൽ ഒന്ന് പുതുക്കി പണിയാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ വിചിന്തനമാക്കിക്കൊണ്ടിരിക്കുക. ഇന്നത്തെ വിഷയം ലോകത്തിൻ്റെ സ്വാധീനങ്ങൾ ചെറുക്കാനുള്ള പ്രാപ്തിക്കുറവ് എന്നുള്ളതാണ്. ഒരുപാട് സമ്മർദ്ദങ്ങളുടെ നടുവിലാണ് നമ്മൾ പലപ്പോഴും ജീവിക്കുക. പലരും തിരഞ്ഞെടുക്കപ്പെട്ടവർ പോലും സമർപ്പിതർ പോലും ഒരുപാട് വേദനിക്കുന്നുണ്ട്. ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിലല്ല, ആഗ്രഹിക്കാത്ത പല കാര്യങ്ങൾക്കും സമ്മതം മൂളേണ്ടുന്ന ഒരു സമ്മർദ്ദം ലോകം അവരുടെ മുകളിൽ വെച്ചു കൊടുക്കുന്നുണ്ട്. ആഗ്രഹമുണ്ടായിട്ടല്ല, നമ്മളൊരു എതിർപ്പ് പറഞ്ഞാൽ, നമ്മുടെ അഭിപ്രായം പറഞ്ഞാൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകും. ഉദാഹരണമായിട്ട് ലോകത്തിൽ ഒരുപാട് സിദ്ധാന്തങ്ങളുണ്ട്, ലോകത്തിൻ്റെതായ സിദ്ധാന്തങ്ങൾ. ഒറ്റ ജീവിതമേ ഉള്ളൂ, ഇത് നമുക്ക് ഇനി കിട്ടിയിട്ട് കാര്യമില്ലല്ലോ, ഇപ്പോഴേ പറ്റത്തുള്ളൂ, ആഘോഷിക്കുക, ഈറ്റ് ഡ്രിങ്ക് മേക്ക് മെറി, ചാർവാക, എപ്പിക്യൂരിനിസം, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ സിദ്ധാന്തങ്ങൾ വരെയുണ്ട്. നമുക്ക് ഈ ഒരൊറ്റ ജീവിതമേ ഉള്ളൂ, നമ്മൾ തിന്നു കുടിച്ച് ആനന്ദിക്കാം. ആത്മാവ് ഉണ്ട് എന്ന് തോന്നിപ്പിക്കാത്ത തരത്തിലുള്ള ലോകത്തിൻ്റെ ഒരു ജീവിതക്രമം. ഞാൻ ജഡം മാത്രമാണ്. സത്യത്തിൽ പലർക്കും ഈ തരത്തിലുള്ള ജീവിതക്രമത്തിനോട് താല്പര്യക്കുറവുണ്ട്, പക്ഷേ പ്രതികരിക്കാൻ പറ്റുന്നില്ല. ഇന്നത്തെ വിഷയവുമായി ബന്ധപ്പെടുത്തി യാക്കോബിൻ്റെ ലേഖനം 4:4 ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ലോകത്തിൻ്റെ മിത്രമാകാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ തന്നെ ദൈവത്തിൻ്റെ ശത്രുവാക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ശത്രുവാക്കുന്നു എന്ന് പറയാം. ദൈവത്തിൻ്റെ ശത്രു ശരിക്കും ആരാ? നമ്മളാണോ? അല്ല. നമ്മൾ എപ്പോഴാണ് ദൈവത്തിൻ്റെ ശത്രുവാകുന്നത്? ദൈവത്തിൻ്റെ ശത്രുവായവനോട് നമ്മൾ പക്ഷം ചേരുമ്പോഴാണ് ദൈവത്തിൻ്റെ ശത്രുവാകുന്നത്. ലോകത്തോടുള്ള മൈത്രി, ശരിക്കും നമ്മൾ ലോകത്തിന് അനുരൂപപ്പെട്ട് ജീവിക്കേണ്ടവരല്ല എന്ന് വചനം കൃത്യമായി പറയുകയാണ്. ക്രിസ്ത്യാനുകരണത്തിൻ്റെ പുസ്തകം 3:47 അധ്യായമാണ് നമുക്ക് വിചിന്തനത്തിനായി ഇന്ന് നൽകപ്പെടുക. എല്ലാ വേദനാജനകമായ സാഹചര്യങ്ങളും നിത്യജീവനെ പ്രതി നീ സഹിക്കണം. എൻ്റെ മകനെ, എന്നെ പ്രതി നിനക്കേൽക്കേണ്ടി വരുന്ന സഹനങ്ങളെ ഓർത്ത് ഒരിക്കലും നീ നഷ്ടധൈര്യനാകരുത്. വേദനകൾ ഒരിക്കലും നിന്നെ തളർത്താതിരിക്കട്ടെ. എല്ലാ സാഹചര്യങ്ങളിലും ഞാൻ നൽകുന്ന വാഗ്ദാനങ്ങൾ നിന്നെ ശക്തിപ്പെടുത്തട്ടെ. എല്ലാ അളവുകളെയും അതിലംഘിക്കും വിധം നിനക്ക് പ്രതിഫലം നൽകാൻ ഞാൻ ശക്തനാണ്. അധിക നാൾ നിനക്ക് ഇവിടെ അധ്വാനിക്കേണ്ടി വരികയില്ല. വേദനകൾ നീണ്ടു നിൽക്കുകയില്ല. അല്പസമയം കാത്തിരുന്നാൽ എല്ലാ തിന്മകളും അതിവേഗം മിന്നിമറയുന്നത് നിനക്ക് കാണാം. പ്രിയപ്പെട്ടവരെ, ഷാജി തുമ്പച്ചെറിയച്ചൻ്റെ പാട്ടിൻ്റെ വരികൾ ഞാൻ ഓർത്തു പോവാ. എത്ര മനോഹരമായ വരികളാ, ദൈവവചനത്തിൽ അധിഷ്ഠിതമായി. ക്ലേശകാലത്ത് കൂടാരവിരിപ്പിൽ എൻ്റെ പ്രിയൻ എന്നെ മറയ്ക്കും.
അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാം പാറമേൽ എന്നെ അവൻ കയറ്റി നിർത്തും. കല്ലെറിഞ്ഞാൽ അവിടെ കൊള്ളുകില്ല, അമ്പെറിഞ്ഞാൽ വന്നു ചേരുകില്ല. ഉയർന്നതാണ് പാറ, ബലമുള്ളതാം പാറ, കർത്താവിൻ്റെ കയ്യാണ് പാറ. പ്രിയപ്പെട്ടവരെ, നമ്മൾ നിലപാടുകൾ എടുക്കുമ്പോൾ സത്യമായി നമ്മൾ പീഡിപ്പിക്കപ്പെടും. ദൈവവചനം അതിന് സാക്ഷ്യമാണ്. പ്രവാചകന്മാരുടെ ജീവിതം അതിന് സാക്ഷ്യമാണ്. സഭയെ നവീകരിച്ച വിശുദ്ധരുടെ ജീവിതം അതിന് സാക്ഷ്യമാണ്. ഈ കാലഘട്ടത്തിൽ വെള്ളം ചേർക്കാതെ വചനം പറയുന്നവർ സ്വീകരിക്കപ്പെടാതെ പോകുന്നത് അതിൻ്റെ സാക്ഷ്യമാണ്. അത് സോഷ്യൽ മീഡിയയിലൂടെ ആണെങ്കിലും മറ്റു തരത്തിലൂടെ ആണെങ്കിലും വലിയ ആക്രമണം അഴിച്ചു വിടുന്നുണ്ട്. സത്യവചനം പറയുന്നിടത്ത് വലിയ പ്രശ്നമാണ്. അവൻ ഇത് പറയുന്നത് കേട്ടപ്പോൾ ഒത്തിരി പേർക്ക് ഇടർച്ച തോന്നി, ഇത് കഠിനമാണെന്ന് തോന്നി. കാരണം അവർ ഇന്നലെ വരെ ജീവിച്ച ജീവിതത്തിന് മുന്നോട്ട് പോകുന്നതിന് ഒരു വലിയ മാറ്റം വരുത്തണമെന്ന് തോന്നി. അപ്പോൾ ഒത്തിരി പേര് പറഞ്ഞു ഇത് പറ്റുന്ന കാര്യമല്ല, ഇത് കഠിനമാണ്. അവനെ വിട്ടുപോകാൻ തീരുമാനിച്ചു. അപ്പോൾ പത്രോസ് കഫർനാമിലെ സിനഗോഗിൽ വെച്ച് ഈശോ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ഒത്തിരി ശിഷ്യന്മാരുണ്ടായിരുന്നു, വലിയ ആരവായിരുന്നു. ഈശോ ഒരിക്കലും ആൾക്കൂട്ടത്തെ നോക്കുന്നില്ല എന്നുള്ളതിൻ്റെ തെളിവാത്. സത്യത്തിൽ അവൻ്റെ കൂടെ നിൽക്കാൻ എത്ര പേരുണ്ട് എന്ന് ഈശോ നോക്കുക. കാരണം ഈശോ രാഷ്ട്രീയക്കാരനല്ലാത്തത് കൊണ്ട് ഒത്തിരി അണികളെ കൂട്ടിച്ചേർക്കുന്ന പരിപാടിയല്ല സ്വർഗരാജ്യത്തിൻ്റെ പരിപാടി. വിശ്വസ്തരാ സ്വർഗരാജ്യത്തിന് വേണ്ടേ. വിശ്വസ്തയോടെ ഓട്ടം പൂർത്തിയാക്കുന്നവന് നീതിയുടെ കിരീടമണിക്കുന്ന നീതിയുടെ ദൈവമാണ് നമ്മുടെ ദൈവം. അപ്പോൾ ഈ ചെറുത്തുനിൽപ്പിൽ നമ്മൾ വിജയിക്കുമ്പോൾ കർത്താവിൻ്റെ സിംഹാസനത്തിൽ നിന്ന് നമുക്ക് തരുന്ന കിരീടമാണ് നമുക്ക് വേണ്ടതെങ്കിൽ, അതിനാണ് നമ്മൾ വില കൊടുക്കുന്നതെങ്കിൽ ഇവിടെ നമ്മൾ ശരിക്കും പോരാടുക തന്നെ വേണം. സത്യത്തിൽ ഈശോ പറയുകയാണ്, പത്രോസിനോട് നോക്കി, ശിഷ്യന്മാരോട് നോക്കി. പത്രോസ് ഭയങ്കര കയ്പോടെയാ ഈശോയെ നോക്കുന്നത്. പറഞ്ഞത് ഇത്തിരി കൂടിപ്പോയി, ഇത്തിരി കൂടി മയപ്പെടുത്തി പറയാമായിരുന്നു, എല്ലാവർക്കും സ്വീകാര്യമായ രീതിയിൽ തട്ടിപ്പൊത്തി പറയാമായിരുന്നു, ഒരു വലിയ നിലപാട് സ്വീകരിക്കണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ മനുഷ്യരൊക്കെ കൂടെ കണ്ടേനല്ലോ. അപ്പോൾ ഈശോ പറയുകയാണ്, നിങ്ങൾക്കും പോകണമോ? നിങ്ങൾക്കും പോകാം. സീറോ കോംപ്രമൈസ് നിലപാട്. 33 വയസ്സുകാരനായ ചെറുപ്പക്കാരൻ ദേവാലയത്തിലേക്ക് കയറി. അവിടെ നാണയമാട്ടക്കാരുടെ മേശ തെറിപ്പിച്ചു എന്ന് പറയുമ്പോൾ ചില്ലറ സൗണ്ടാണോ പ്രിയപ്പെട്ടവരെ? എല്ലാവരും അവനെ ശ്രദ്ധിച്ചു. അവൻ ചാട്ട ഉണ്ടാക്കി. ഈ പ്രാവിൻ്റെ കൂടൊക്കെ അടിച്ച് തെറിപ്പിച്ചെന്ന് പറയുമ്പോൾ പ്രാവിൻ്റെ ചിറകടി ശബ്ദം ഈ കൂട് മറിഞ്ഞ് പാത്രങ്ങളൊക്കെ അടിച്ചു തെറിപ്പിച്ചു. വലിയ കോലാഹലം. അവൻ ശ്രദ്ധിക്കപ്പെട്ടു. അവിടെ ഉണ്ടായിരുന്ന അധികാരികൾ ഇന്നലെ വരെ ഇങ്ങനെ അല്ലായിരുന്നു. നിങ്ങളൊരു കാര്യം, സ്ഥിരമായിട്ട് നടക്കുന്ന ഒരു കാര്യത്തിനെതിരെ ഒന്ന് പ്രതികരിച്ചു നോക്കിക്കേ, ഒരു നിലപാട് സ്വീകരിച്ചു നോക്കിക്കേ, ഇത് ദൈവഹിതപ്രകാരമല്ല എന്നൊന്ന് പറഞ്ഞു നോക്കിക്കേ, നിങ്ങൾ ഒറ്റപ്പെടും. ഇനി ഒറ്റപ്പെടുന്നതിൽ നിങ്ങൾക്ക് ഭയമുണ്ടാകരുത് എന്ന് വചനം പറയുക. നിങ്ങൾ ഇങ്ങനെ ഭയപ്പെട്ടാൽ ലോകത്തിൻ്റെ സ്വാധീനങ്ങളെ നിങ്ങൾ ചെറുത്ത് തോൽപ്പിക്കണം. ഇനി പബ്ലിക്കായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അവിടെ നിൽക്കട്ടെ. പ്രശ്നങ്ങളെന്ന് അച്ഛൻ പറഞ്ഞത് ഒരുപക്ഷെ അതൊരു ഗുണത്തിൽ വരാത്ത തരത്തിലുള്ള നമ്മുടെ അഹത്തിൽ നിന്നുള്ള എല്ലാവരും കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ബഹളങ്ങളല്ല പറയുന്നത്. നമ്മൾ ഒരു സംസാരം നമ്മൾ വരുത്തുമ്പോൾ അത് ബാക്കിയുള്ള എല്ലാവരും മുറിപ്പെടുത്തിക്കൊണ്ട് അവിടെ ഒരു പ്രശ്നം സൃഷ്ടിക്കുന്നതല്ല. ഒന്നാമതായിട്ട് വിശ്വാസ സാക്ഷ്യമാണ്. നമ്മളൊരു നിലപാടെടുത്ത് നമ്മൾ ജീവിക്കുന്ന കാണുമ്പോൾ ചുറ്റുമുള്ളവർക്കും തോന്നും, ഇതാണല്ലോ യഥാർത്ഥ വചനം. പ്രിയപ്പെട്ടവരെ, FCC കോൺഗ്രിഗേഷനിൽ ഇനി വിശുദ്ധയാകാൻ പോകുന്ന ഒരു കൊളയത്താമ എന്നു പേരുള്ളൊരു വിശുദ്ധയുണ്ട്. മറിയാമ്മ എന്നായിരുന്നു പേര്. ചെറുപ്പുങ്കൽ ഇടവകക്കാരിയാ. അവിടെ സത്യത്തിൽ ആ സ്ഥലത്ത് CMCക്കാരുടെ കോൺഗ്രിഗേഷനിൽ നിന്ന്, അവിടുത്തെ മഠം CMCയുടെ കോൺഗ്രിഗേഷനാണ്. പക്ഷേ ഞാൻ CMCയെ താഴ്ത്തി പറയോ FCCയെ പൊക്കി പറയോ ഒന്നുമല്ല കേട്ടോ. ഈ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ്. ഈ അൽഫോൺസാമയുടെ കാലത്ത് വിശുദ്ധയാക്കപ്പെടേണ്ടുന്ന ഒരു വിശുദ്ധ തന്നെയാണ്. ഇപ്പോൾ അതിൻ്റെ നാമകരണ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ കൊളയത്താമ, കോളറ്റ് എന്ന പേര് മറിയാമ്മ എന്ന പെൺകുട്ടി സ്വീകരിച്ച് FCCക്കാരുടെ മൂന്നാമത്തെ മഠമായ വ്യാകുലമാതാവിൻ്റെ മഠത്തിലേക്ക് പോയി ചേരാൻ വേണ്ടി തീരുമാനമെടുക്കുക. ഒരൊറ്റ കാരണം
ഈ FCC കോൺഗ്രിഗേഷൻ്റെ സ്ഥാപക മാതാക്കളുടെ ഒരു വലിയ തീഷ്ണതയുണ്ടായിരുന്നു. നല്ല കുടുംബത്തിൽ പിറന്നിരുന്ന ഈ ആരംപുളിക്കൽ കുടുംബത്തിലെ അംഗമായിരുന്ന കൊളയത്താമ്മ മറിയാമ്മ എന്ന പെൺകുട്ടി ഒരു ടീച്ചറായിരുന്നു. ഈ അധ്യാപിക എങ്ങനെയാണ് FCC കോൺഗ്രിഗേഷനിലേക്ക് ആകർഷിക്കപ്പെട്ടത്? ഒറ്റ കാരണമായിരുന്നു പ്രിയപ്പെട്ടവരെ. ആ കാലഘട്ടത്തിലെ സന്യാസിനിമാർ, സ്ഥാപക മാതാക്കളുടെ വലിയ ദാരിദ്ര്യത്തിൻ്റെ ജീവിതം. അവരത് സീറോ ടോളറൻസ് ആയിരുന്നു. പരസ്പരമുള്ള ബഹുമാനം, അധികാരത്തോടുള്ള വിധേയത്വം, ത്യാഗപരിത്യാഗം. അങ്ങനെയാണ് ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ഒത്തിരി പേര് നല്ല സാമ്പത്തികമായ ചുറ്റുപാടുകളിൽ നിന്നും എല്ലാം വേണ്ടെന്ന് വെച്ച് ഈശോയുടെ പുറകെ ഇറങ്ങുക. ഇത് അച്ഛൻ ഒരു ഉദാഹരണമായിട്ട് പറയുക. കാരണം ഈ കൊളയത്താമ്മയെക്കുറിച്ച് വരുന്ന നാളുകളിൽ ഭാരതം കേൾക്കും, ലോകം മുഴുവനും അറിയും. അത്രയ്ക്ക് ശക്തമായൊരു വിശുദ്ധയാണ്. ഭയങ്കരമായ നിന്ദനങ്ങളും അപമാനങ്ങളും ഏറ്റ് ഒറ്റയ്ക്ക് ഈ സഹോദരിയെ, ഈ സന്യാസിനി സഹോദരിയെ ഒറ്റയ്ക്ക് ഒരു പാടത്ത് കൊണ്ടുപോയി ഒരു പൊളിഞ്ഞ വീടിനകത്ത് വർഷങ്ങളോളം കിടത്തി അവിടെ കിടന്ന് ത്യാഗം സഹിച്ച് ജീവിച്ച ഒരു വിശുദ്ധയാണ്. ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇതുപോലെയുള്ള ഒരു വിശ്വാസ സാക്ഷ്യം അനേകരെ വിശ്വാസത്തിലേക്ക് നയിക്കും. ഈ കാലഘട്ടത്തിൽ ലോകത്തിൻ്റെ സ്വാധീനങ്ങളിൽ പെടാതെ ഒരു ജീവിതം നയിക്കുക എന്നുള്ളത് പലർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ വചനപ്രഘോഷണമൊന്നും പറയണ്ട പ്രിയപ്പെട്ടവരെ. നമ്മൾ പറയേണ്ട കാലം കഴിഞ്ഞു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് തുറന്നു പറയാം, ഞാൻ ഇത് പരിശുദ്ധ അമ്മയ്ക്ക് വേണ്ടി നമ്മൾ ഈ വചനം പറയുന്നതാണ്. കാരണം എനിക്കറിയാം, ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിവുള്ളതാണ്. കേരളത്തിൻ്റെ മണ്ണിൽ നമ്മൾ എന്തേരം വചനമാണ് നമ്മൾ കേൾക്കുന്നത്. ഇന്ന് മുട്ടിന് ധ്യാന കേന്ദ്രങ്ങളല്ലേ? നമുക്ക് അറിയാഞ്ഞിട്ടാണോ? വിശുദ്ധ ഫ്രാൻസിസ് അസീസി പുണ്യവാളൻ ദിവസം മുഴുവൻ ഇങ്ങനെ നടക്കും തെരുവോരത്തിലൂടെ. അപ്പോൾ കൂട്ടത്തിലുള്ള ലിയോ പറയുന്നു, ഇന്ന് നമ്മളൊന്നും പറഞ്ഞില്ലല്ലോ. പോകുന്ന വഴിക്ക് ഈശോ ഈശോ ഈശോ, സ്നേഹമേ സ്നേഹമേ, സ്നേഹിക്കപ്പെടാതെ പോയ സ്നേഹമേ 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 എന്ന് പറയുമ്പോൾ അടുത്ത് നിൽക്കുന്നവരുടെ ഹൃദയത്തിലൂടെയൊക്കെ ഒരു ജ്വലനം. ഈശോ എന്ന് പറയുമ്പോൾ അടുത്ത് നിൽക്കുന്നവൻ്റെ ഹൃദയത്തിൽ കത്തുന്നു. ഫ്രാൻസിസ് ഈശോ എന്ന് പറയുമ്പോൾ ചുറ്റുമുള്ളവരുടെ ഹൃദയത്തിൽ തീ പിടിക്കുന്നു. ഈശോയുടെ സ്നേഹം അവൻ്റെ ഹൃദയത്തിലൂടെ ഒഴുകിയിറങ്ങുന്നു. ഫ്രാൻസിസ് പറഞ്ഞു, വളരെ കുറച്ച് സംസാരിച്ചാൽ മതി, കൂടുതൽ നമ്മൾ ജീവിച്ചാൽ മതി. പ്രിയപ്പെട്ടവരെ, ഫിലിപ്പ് നേരി എന്ന് പറയുന്ന ഒരു പുണ്യവാളനുണ്ട്. അദ്ദേഹം തെരുവോരത്തിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ചുറ്റുമുണ്ടായിരുന്ന മനുഷ്യരൊക്കെ ഇങ്ങനെ മുട്ടുകുത്തി നിന്ന് കണ്ണുനീര് വാർത്ത് അനുഭവിക്കുമായിരുന്നു. ആ പുണ്യവാളിനൊരു മെഡിക്കൽ ഇമ്പോസിബിലിറ്റി ഉണ്ടായിരുന്നു. അതായത് വൈദ്യശാസ്ത്രം പറയുക അങ്ങനെ ഒരു കാര്യം സാധ്യമല്ല എന്ന് പറയുക. അദ്ദേഹത്തിൻ്റെ ഹൃദയം ഇങ്ങനെ വല്ലാതെ തള്ളി നിന്ന് അദ്ദേഹത്തിൻ്റെ നെഞ്ചും കൂടിൻ്റെ എല്ല് ഇങ്ങനെ വളഞ്ഞ് ഫ്രണ്ടിലേക്ക് നിൽക്കുകയായിരുന്നു. ഹിസ് ഹാർട്ട് വാസ് എക്സ്പാൻഡഡ്. ഈശോയുടെ പരിശുദ്ധ ഹൃദയത്തിന് വേണ്ടി, ഈശോയുടെ സ്നേഹത്തിന് വേണ്ടി ഈ മനുഷ്യൻ്റെ ചങ്ക് അങ്ങോട്ട് തള്ളി വന്നു എന്നാണ് പറയുന്നത്. ഒരുപക്ഷെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരിക്കാം. എന്താണെങ്കിലും ഇത്ര ദൈവസ്നേഹം ഈ മനുഷ്യൻ്റെ ഉള്ളിലേക്ക് നിറഞ്ഞതുകൊണ്ട്, അത്രമാത്രം ഒരു സമർപ്പണം, അത്ര ഭയങ്കരമായ ഒരു മരിയ ഭക്തി ഈ വ്യക്തിയിൽ ഉണ്ടായിരുന്നുകൊണ്ട് വെറുതെ തെരുവോരത്തുകൂടി നടന്നു പോകുമ്പോൾ അനുതാപം സംഭവിക്കുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരുപാട് കലഹത്തിലേക്ക് പോകുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ നമ്മളെല്ലാവരുമായിട്ട് ഇങ്ങനെ ഒരുമിച്ച് പോകുന്നതിന് വേണ്ടിയോ അല്ല. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമ്മളൊരു നിലപാടെടുക്കണം. ഈ ലോകാരൂപിയെ നമ്മൾ ചെറുത്ത് നിൽക്കണം. ലോകത്തിൻ്റെ സിദ്ധാന്തങ്ങൾ ജീവിതം സൂഹിക്കാൻ വേണ്ടിയുള്ളതാണ്. ഇതിനകത്തൊക്കെ നമുക്കൊരു നിലപാടുണ്ടാകണം. വചനം സൂക്ഷ്മമായി പരിശോധിക്കണം. വിശുദ്ധരുടെ ജീവിതങ്ങൾ ബൈബിളിൻ്റെ കമൻട്രികളാണ്. വിശുദ്ധരുടെ ജീവിതങ്ങൾ നമ്മൾ വായിക്കണം, നമ്മൾ കേൾക്കണം. അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മൾക്ക് ഈ ആത്മീയ യാത്രയിൽ ഭയങ്കര സഹായമായ കാര്യങ്ങളാണ്. നമ്മൾ മായാപ്രകടന
സംവിധാനങ്ങളിൽ നമ്മളിങ്ങനെ കണ്ണുവയ്ക്കരുത്. അശ്ലീലമായ കാര്യങ്ങൾ കാണുക, കേൾക്കുക, നമ്മുടെ TV ചാനലുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ വലിയ താല്പര്യം വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളതിനകത്ത് വഴിതെറ്റിപ്പോയും. ദുർമാതൃകകൾ നമ്മൾ കൂട്ടുകൂടാൻ പോകരുത്. നമുക്ക് പറ്റാത്തവരാണ്, നമുക്ക് ക്ലിയറായിട്ട് അറിയാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ തലയിൽ കൃത്യമായ ബോധ്യം തന്നു. എങ്കിലും കൂട്ടുവെട്ടാൻ നമുക്ക് താല്പര്യമില്ല, ഒറ്റപ്പെടാൻ നമുക്ക് താല്പര്യമില്ല, നിലപാടെടുക്കാൻ നമുക്ക് താല്പര്യമില്ല. ഈ വ്യക്തിയിലൂടെയാണ് കൃത്യമായിട്ട് ഒരു അരൂപി എന്നിലേക്ക് വരുന്നതെന്ന് എനിക്കറിയാം. ആളുടെ കൂട്ടുകൂടി നടന്നാൽ ഞാൻ ഹൃദയത്തിൽ ആഗ്രഹിക്കാത്ത കാര്യത്തിലേക്ക് എന്നെ കൊണ്ടുപോയി ചാടിക്കുമെന്നറിയാം. എങ്കിലും ആ കൂട്ടുവിടാൻ നമുക്ക് താല്പര്യമില്ല, ചെറുത്ത് നിൽക്കാൻ നമുക്ക് താല്പര്യമില്ല. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മളെ വലിയ പ്രശ്നങ്ങളിലേക്ക്, പാപകരമായ ബന്ധങ്ങൾ നമുക്ക് ഒഴിവാക്കുന്നില്ലെങ്കിൽ അനേകം കുടുംബജീവിതങ്ങൾ തകരുന്നത് അങ്ങനെ ഒരു കാരണത്തിലാണ്. നമ്മൾ കുടുംബജീവിതത്തോടുള്ള വിശ്വസ്തത, നമ്മൾ ജീവിതത്തിൻ്റെ, നമ്മളെ സ്നേഹത്തിൻ്റെ മേൽ, നമ്മൾക്ക് വേണ്ട സുഖത്തിൻ്റെ മേൽ, സന്തോഷത്തിൻ്റെ മേൽ നമ്മളൊരു മിതത്വം സൂക്ഷിക്കണം. ലോകം തീർച്ചയായും നമ്മളെ ഭീഷണിപ്പെടുത്തും. പ്രിയപ്പെട്ടവരെ, ഭയപ്പെടേണ്ടതില്ല. നമ്മൾ ചില സദസ്സുകളിൽ നമ്മൾ അയോഗ്യരായി പരിഗണിക്കപ്പെട്ടേക്കാം. നമുക്ക് കിറുക്കാന്ന് പറയാം, ഇവനെ കൂട്ടിയാൽ ഒരു കാര്യം നടപടിയാകലെന്ന് വേണമെങ്കിൽ പറയാം. പൊതുയോഗത്തിലൊക്കെ നമ്മൾ സത്യത്തിൽ പള്ളിയിലാണെങ്കിൽ പോലും എഴുന്നേറ്റ് നിന്ന് അത് ഈശോയെ നിന്ദിക്കുന്ന കാര്യമാണ്, അല്ലെങ്കിൽ ഇത് ഈശോയുടെ ഹൃദയത്തെ വേദനിപ്പിക്കുന്ന കാര്യമാണെന്ന് പറയുമ്പോൾ എല്ലാവരും അരക്കിറുക്കെന്നുള്ള രീതിയിൽ നമ്മളെ നോക്കും. പക്ഷേ അവിടെ നമ്മൾ സ്വീകരിക്കപ്പെട്ടില്ലെങ്കിലും തമ്പുരാൻ്റെ അടുത്ത്, അവിടുത്തെ പരിശുദ്ധ ഹൃദയത്തിൽ, പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ നമുക്കൊരു സ്ഥാനമുണ്ടെന്ന് ആലോചിക്കുക. ലോകം നമ്മളെ പീഡിപ്പിക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്യും പ്രിയപ്പെട്ടവരെ. എങ്കിലും നമ്മളൊരു നിലപാടെടുക്കണം. കാരണം ഒരുപക്ഷെ നമ്മൾ ഞായറാഴ്ച ജോലിക്ക് നമ്മൾ പോകുന്നില്ല, ജോലി നഷ്ടപ്പെട്ടേക്കാം. നിങ്ങൾ അങ്ങനെ ഒരു നിലപാടെടുക്കുമ്പോൾ സത്യമായും നിങ്ങളൊരു അരൂപിയെയാണ് തോപ്പിച്ച് കീഴടക്കുന്നത്. അപ്പോൾ ഒരുപക്ഷെ മാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മളെ നശിപ്പിച്ചേക്കാം. അതിൻ്റെയൊക്കെ ഒരു അവസ്ഥയിലൂടെ നമ്മൾ കടന്നുപോയേക്കാം. ലോകത്തിൻ്റെ വ്യർത്ഥതയ്ക്ക് വേണ്ടി നമ്മൾ സമയം കളയാതെ നമ്മൾ ദൈവത്തിൻ്റെ ഹൃദയത്തിനിണങ്ങുന്ന തരത്തിൽ നമ്മുടെ ജീവിതത്തെ നമ്മൾ ക്രമപ്പെടുത്തണം. ഈ ലോകാരൂപി അതിനെതിരെ ചെറുത്തു നിൽക്കുന്ന ഒരു മനസ്സുണ്ടാകണം. നമ്മൾ ബഹളം വയ്ക്കാനല്ല, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമ്മൾ നിലപാടുകളെടുക്കണം. സീറോ കോംപ്രമൈസ്, സീറോ ടോളറൻസ്. ഇത് വചനാധിഷ്ഠിതമല്ല. ഇത് ഈശോയുടെ ഹൃദയത്തെ വേദനിപ്പിക്കും. ഇത് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തെ വേദനിപ്പിക്കും. ഇത് യേശുപിതാവിൻ്റെ നിർമ്മല ഹൃദയത്തെ വേദനിപ്പിക്കും. പ്രിയപ്പെട്ടവരെ, അങ്ങനെയൊരു കാര്യം എൻ്റെ വീട്ടിൽ വേണ്ട, എൻ്റെ ജീവിതത്തിൽ വേണ്ട, എൻ്റെ പ്രിയപ്പെട്ടവരുടെ ഇടയിൽ വേണ്ട. എന്തു തന്നെ സംഭവിച്ചാലും, തല പോയാലും, എന്നെ നിന്ദിച്ചാലും, എന്നെ മാനിച്ചില്ലെങ്കിലും എനിക്ക് പ്രധാനപ്പെട്ടത് ഇതാണ് എന്നുള്ളൊരു നിലപാട് നമ്മൾ എടുക്കുന്നില്ലെങ്കിൽ വിമല ഹൃദയ പ്രതിഷ്ഠയ്ക്ക് വേണ്ടി നിങ്ങൾ നടത്തുന്ന ഒരുക്കങ്ങൾ ഇന്നുകൊണ്ട് നിങ്ങൾക്ക് അവസാനിപ്പിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഈശോയുടെ ഹൃദയത്തിൽ നമുക്ക് ഇടമുണ്ടാകത്തില്ല. കാരണം അവിടുത്തെ ഹൃദയത്തെ നമ്മൾ തള്ളിക്കളഞ്ഞുകൊണ്ട് എന്ത് സമർപ്പണമാണ്? നമ്മൾ ഈശോയുടെ ഹൃദയത്തിൻ്റെ ഭാവങ്ങൾ മനസ്സിലാക്കാതെ, പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം എങ്ങനെയാണോ ഈശോയുടെ ഹൃദയത്തിനോട് ഐക്യപ്പെട്ടിരുന്നത്, ആ ഒരു നിലപാട് നമ്മൾ സ്വീകരിക്കുക. നിങ്ങൾ കൃത്യമായിട്ട് ഇപ്പോൾ നോക്കിയാൽ എന്തൊക്കെ കാര്യങ്ങളാണോ ഉപേക്ഷിക്കേണ്ടതെന്ന് കൃത്യമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ സമയങ്ങളിലൂടെ നിങ്ങൾക്ക് വ്യക്തിപരമായി, ഞാൻ പറഞ്ഞതിലല്ല, നിങ്ങൾക്ക് വ്യക്തിപരമായ ചിന്തയിലൂടെ ഇപ്പോൾ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞു. അതിനെ നിങ്ങൾ നിസ്സാരമായി കാണരുത്. സ്വർഗം തരുന്ന ബോധ്യങ്ങളാണ്. അത് നിങ്ങൾ കൃത്യമായി സ്വീകരിക്കുക. യഥാർത്ഥ മരിയഭക്തി 210. വിശുദ്ധ ലൂയി ദി മോൺഫോർട്ട് പറയുന്നു, പിടക്കോഴി കുഞ്ഞുങ്ങളെ എന്ന പോലെ മറിയം തിരഞ്ഞെടുക്കപ്പെട്ടവരെ തൻ്റെ രക്ഷാകരമായ ചിറകിൻ്റെ കീഴിൽ മറച്ചു വയ്ക്കും. അവൾ അവരുടെ പക്കലേക്ക് ഇറങ്ങിച്ചെല്ലുകയും അവരുടെ ബലഹീനതകൾ കാരുണ്യപൂർവ്വം വീക്ഷിക്കുകയും അവരോട് സംസാരിക്കുകയും ചെയ്യുന്നു. പരുന്തിൽ നിന്നും കഴുകനിൽ നിന്നും കാത്തുരക്ഷിക്കാൻ വേണ്ടി അവൾ അവർക്ക് വട്ടമിട്ട് പറക്കും. അണിനിരന്ന സൈന്യത്തെ പോലെ അവരെ അവൾ അനുഗമിക്കും. സമരസന്നദ്ധമായ 1,00,000 ഭടന്മാരുടെ മധ്യത്തിൽ നിൽക്കുന്നവൾ ശത്രുക്കളെ ഭയപ്പെടണമോ? മറിയത്തിൻ്റെ സുശക്തമായ സംരക്ഷണത്തിൽ കഴിയുന്ന തൻ്റെ വിശ്വസ്തദാസന് അത്രപോലും ഭയപ്പെടാനില്ല. ശക്തിയും സ്വർഗീയ രാജകുമാരിയുമായ മറിയം ലക്ഷക്കണക്കിലുള്ള മാലാഖമാരുടെ വ്യൂഹത്തെ അയച്ചു കൊടുത്ത് തൻ്റെ ദാസരെ സംരക്ഷിക്കാതിരിക്കുകയില്ല. മറിയത്തിൽ വിശ്വാസം അർപ്പിച്ചിട്ടുള്ള തൻ്റെ വിശ്വസ്തദാസർ ശത്രുക്കളുടെ ദുഷ്ടതയ്ക്കോ അവരുടെ സംഖ്യാബലത്തിലോ മർദ്ദനങ്ങൾക്കോ അടിപ്പെട്ടതായി ഒരിക്കൽ പോലും പറഞ്ഞു കേട്ടിട്ടേയില്ല. പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പോൾ കേട്ട
ഈ വിചിന്തനങ്ങളൊക്കെ നമുക്ക് ഹൃദയത്തിൽ സ്വീകരിച്ച് തുടർന്നുള്ള പരിശുദ്ധാത്മാവിൻ്റെ ഗാനത്തിലും പ്രാർത്ഥനകളിലും ആരാധനയിലും ഭക്തിപൂർവം നമുക്ക് പങ്കെടുക്കുന്നതിനായി നമ്മുടെ ഹൃദയം നമുക്കൊരുക്കാം. മറിയത്തിൻ്റെ സ്തോത്രഗീതം. എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തിനോടും അവന്റെ സന്തതികളോടുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ചു തന്നെ. വിശുദ്ധ ലൂയി ദി മോൺഫോർട്ടിന്റെ പരിശുദ്ധ മറിയത്തോടുള്ള പ്രാർത്ഥന. മറിയമേ, നിത്യപിതാവിൻ്റെ പ്രിയപുത്രി സ്വസ്തി. പുത്രൻ തമ്പുരാൻ്റെ ഏറ്റവും പ്രശംസനീയയായ അമ്മേ സ്വസ്തി. പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും വിശ്വസ്തയായ മണവാട്ടിയെ സ്വസ്തി. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അമ്മയും എൻ്റെ സ്നേഹനാഥേ, എൻ്റെ അതിശക്തിയായ രാജ്ഞി, എൻ്റെ സന്തോഷമേ, എൻ്റെ മഹത്വമേ, എൻ്റെ ഹൃദയമേ, എൻ്റെ ആത്മാവേ, അങ്ങേക്ക് സ്വസ്തി. അങ്ങ് മുഴുവനും എൻ്റേതായത് കാരുണ്യത്താലാണല്ലോ. ഞാൻ പൂർണ്ണമായും അങ്ങയുടേതായതോ നീതിയാലും അത്രേ. പക്ഷേ ഇപ്പോഴും ഞാൻ പൂർണ്ണമായി അങ്ങയുടേതായി മാറിയിട്ടില്ല. എനിക്കോ മറ്റുള്ളവർക്കോ ആയി ഒന്നും മാറ്റിവെക്കാതെ ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി അമ്മയ്ക്കിപ്പോൾ തരുന്നു. അങ്ങയുടേതല്ലാതെ എന്തെങ്കിലും ഇപ്പോഴും എന്നിൽ കാണുന്നുവെങ്കിൽ അങ്ങ് അവയെ എന്നിൽ നിന്ന് എടുത്തു മാറ്റണമേ. എൻ്റേതായ എല്ലാറ്റിൻ്റെയും പരമാധികാരിയായ നാഥ, അങ്ങ് മാത്രമാകണമേ. ദൈവത്തിന് അഹിതമായി എന്നിലുള്ളവയെ നശിപ്പിക്കണമേ. വേരോടെ പിഴുതെറിഞ്ഞ് ഇല്ലാതാക്കണമേ. അങ്ങേക്ക് സന്തോഷം നൽകുന്നവയെ എന്നിൽ നിക്ഷേപിക്കുകയും വളർത്തുകയും ചെയ്യണമേ. അങ്ങയുടെ വിശ്വാസത്തിൻ്റെ വെളിച്ചം എൻ്റെ മനസ്സിൻ്റെ അന്ധകാരത്തെ തൂത്തെറിയട്ടെ. അങ്ങയുടെ അഗാധമായ എളിമ എൻ്റെ അഹങ്കാരത്തെ നിർമ്മാർജ്ജനം ചെയ്യട്ടെ. എൻ്റെ അലഞ്ഞു നടക്കുന്ന ഭാവനയെയും അങ്ങയുടെ ധ്യാനലീനത നിയന്ത്രിക്കട്ടെ. അങ്ങയുടെ നിരന്തരമായ ദൈവദർശനം എൻ്റെ ഓർമ്മയെ ദൈവസാന്നിധ്യം കൊണ്ട് നിറയ്ക്കട്ടെ. എൻ്റെ മന്നോഷണാവസ്ഥയെയും അങ്ങയുടെ ആളിക്കത്തുന്ന സ്നേഹം ജലിപ്പിക്കട്ടെ. എൻ്റെ പാപത്തിൻ്റെ ഇടങ്ങളിൽ അങ്ങയുടെ പുണ്യങ്ങൾ സ്ഥാനം പിടിക്കട്ടെ. അങ്ങയുടെ പുണ്യങ്ങൾ മാത്രമായിരിക്കട്ടെ എൻ്റെ എല്ലാ കുറവുകളെയും പരിഹരിച്ച് ദൈവത്തിരുമുമ്പിലുള്ള എൻ്റെ അലങ്കാരങ്ങൾ. അവസാനമായ എൻ്റെ പ്രിയപ്പെട്ട അമ്മേ, അങ്ങേക്ക് സാധ്യമെങ്കിൽ യേശുവിനെയും അവിടുത്തെ തിരുഹിതത്തെയും അറിയുവാൻ അങ്ങയുടെ അരൂപിയല്ലാതെ മറ്റൊന്നും എനിക്കുണ്ടാകാതിരിക്കട്ടെ. ദൈവത്തെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും എനിക്ക് അങ്ങയുടെ ആത്മാവല്ലാതെ മറ്റൊരാത്മാവ് ഉണ്ടാകാതിരിക്കട്ടെ. പരിശുദ്ധവും ഊഷ്മളവുമായ സ്നേഹം കൊണ്ട് നിറഞ്ഞ അങ്ങയുടെ ഹൃദയമല്ലാതെ മറ്റൊരു ഹൃദയം ദൈവത്തെ സ്നേഹിക്കാൻ എനിക്കുണ്ടാകാതിരിക്കട്ടെ. ദർശനങ്ങളോ വെളിപാടുകളോ ഇന്ദ്രിയപരമായ ഭക്തിയോ ആത്മീയ ആനന്ദങ്ങൾ പോലുമോ ഞാൻ ചോദിക്കുന്നില്ല. ദൈവത്തെ മുഖാഭിമുഖം കാണുകയും സ്വർഗീയ ആനന്ദം അനുഭവിക്കുകയും ചെയ്യുക അങ്ങയുടെ അവകാശമാണല്ലോ. പുത്രൻ്റെ വലതുഭാഗത്ത് മഹത്വപൂർണയായി എഴുന്നള്ളി ഇരുന്നു കൊണ്ട് മാലാഖമാരുടെയും മനുഷ്യരുടെയും പിശാചിൻ്റെയും മേൽ പരിപൂർണമായ ആധിപത്യം ഉറപ്പിക്കുക. അതും അങ്ങയുടെ അവകാശമാണ്. അങ്ങയുടെ ഇഷ്ടം പോലെ ദൈവത്തിന് എല്ലാ ദാനങ്ങളും വിതരണം ചെയ്യുകയും അങ്ങയുടെ അവകാശം തന്നെ. ഇവയത്രേ ദൈവം അങ്ങേക്ക് തന്ന നല്ല ഭാഗം. അത്, ഓ സ്വർഗീയ മാതാവേ,
അങ്ങിൽ നിന്ന് ഒരിക്കലും എടുത്തു മാറ്റപ്പെടുകയില്ല. ഈ ചിന്തയാൽ എൻ്റെ ഹൃദയം ആനന്ദം കൊണ്ട് നിറയുന്നു. ഐഹിക ജീവിതത്തിൽ അങ്ങിൽ പ്രശോഭിച്ചവ മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ആത്മീയ സന്തോഷം കൂടാതെയുള്ള ആത്മാർത്ഥമായ വിശ്വാസം, മാനുഷിക സമാശ്വാസം തേടാതെ സന്തോഷപൂർവ്വം സഹനങ്ങൾ ഏറ്റെടുക്കുക, വിശ്വാസമന്യേ തന്നോട് തന്നെ മരിക്കുക, അങ്ങേക്ക് വേണ്ടി മരണം വരെ ഒരു വിനീത അടിമയെപ്പോലെ നിസ്വാർത്ഥമായും തീഷ്ണമായും അധ്വാനിക്കുക. ഇവ മാത്രമേ ഞാൻ യാചിക്കുന്നുള്ളൂ. ഒരേ ഒരു അനുഗ്രഹമേ എനിക്ക് വേണ്ടൂ. അവിടുന്ന് ലോകത്തിലായിരുന്നപ്പോൾ ചെയ്തവയെല്ലാറ്റിനെയും ആമേൻ അങ്ങനെ തന്നെ ആകട്ടെ എന്നും, അവിടുന്ന് സ്വർഗത്തിൽ ചെയ്യുന്നവയ്ക്കുമെല്ലാം ആമേൻ അങ്ങനെ തന്നെ ആകട്ടെ എന്നും, അവിടുന്ന് എൻ്റെ ആത്മാവിൽ ചെയ്യുന്നവയ്ക്കെല്ലാം ആമേൻ അങ്ങനെ തന്നെ ആകട്ടെ എന്നും, അങ്ങനെ ജീവിതകാലത്തിലും നിത്യത്വത്തിലും അങ്ങ് മാത്രം എന്നിൽ യേശുവിൻ്റെ പൂർണ്ണമായി മഹത്വപ്പെടുത്തുവാനും ഇടയാകട്ടെ. ആമേൻ. ഈശോയുടെ തിരുനാമത്തിൻ്റെ ലുത്തീനിയ. കർത്താവെ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ, കർത്താവെ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ, സ്വർഗസ്വനായ പിതാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഭൂലോകരക്ഷകനായ പുത്രനായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഏകദൈവമായ പരിശുദ്ധ ത്രിത്വമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, നിത്യപിതാവിന്റെ പ്രഭയായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, മഹത്വത്തിന്റെ രാജാവായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, നീതി സൂര്യനായിരിക്കുന്ന ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, പരിശുദ്ധ കന്യാമറിയത്തിന്റെ തിരുക്കുമാരനായിരിക്കുന്ന ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, സ്നേഹത്തിന് ഏറ്റവും യോഗ്യനായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, അത്ഭുതത്തിന് വിഷയമായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, സർവശക്തനായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, വരാനിരിക്കുന്ന ലോകത്തിന്റെ പിതാവായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, ശ്രേഷ്ഠമായ ഉപദേശത്തിന്റെ ദൂതനായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, ഏറ്റവും ശക്തനായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, ഏറ്റവും ക്ഷമയുള്ളവനായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, ഏറ്റവും അനുസരണയുള്ള ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, ഹൃദയശാന്തതയും എളിമയുള്ള ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, ബ്രഹ്മചര്യത്തെ സ്നേഹിക്കുന്ന ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങളുടെ സ്നേഹനിധിയായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, സമാധാനത്തിന്റെ ദൈവമായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, ആയുസ്സിന് കാരണമായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, സകല പുണ്യങ്ങൾക്കും മാതൃകയായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, ആത്മാക്കളെ അധികമായി സ്നേഹിക്കുന്ന ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങളുടെ സങ്കേതമായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, ദരിദ്രരുടെ പിതാവായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, വിശ്വാസികളുടെ നിക്ഷേപമായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, നല്ല ഇടയനായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, സത്യപ്രകാശമായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, നിത്യജ്ഞാനമായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, നിത്യനന്മകളുടെ നികേതനമായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങളുടെ ജീവനും വഴിയും സത്യവുമായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, മാലാഖമാരുടെ സന്തോഷമായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, പൂർവ്വപിതാക്കന്മാരുടെ രാജാവായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, ദീർഘദർശികൾക്ക് ജ്ഞാനം പകരുന്ന ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, സ്ലീഹന്മാരുടെ ഗുരുവായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, സുവിശേഷകർക്ക് ആചാര്യനായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, വേദസാക്ഷികൾക്ക് ശക്തി പകർന്ന ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, വന്ദകരുടെ പ്രകാശമായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, ബ്രഹ്മചാരികളുടെ പരിശുദ്ധിയായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, സകല പുണ്യവാന്മാരുടെയും കിരീടമായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, ദയാപരനായ കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ നീ പൊറുക്കണമേ, ദയാപരനായ കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന നീ കേൾക്കണമേ, സകല പാപങ്ങളിൽ നിന്ന്, ഞങ്ങളെ രക്ഷിക്കണമേ, അങ്ങേ കോപത്തിൽ നിന്ന്, ഞങ്ങളെ രക്ഷിക്കണമേ, പിശാചിന്റെ സകല തന്ത്രങ്ങളിൽ നിന്ന്, ഞങ്ങളെ രക്ഷിക്കണമേ, മോഹാഗ്നിയിൽ നിന്ന്, ഞങ്ങളെ രക്ഷിക്കണമേ, എന്നേക്കുമുള്ള മരണത്തിൽ നിന്ന്, ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങൾക്ക് അങ്ങ് തരുന്ന നല്ല പ്രേരണകളോടുള്ള ഞങ്ങളുടെ ഉദാസീനതയിൽ നിന്ന്, ഞങ്ങളെ രക്ഷിക്കണമേ, അങ്ങേ മനുഷ്യാവതാരത്തിന്റെ പരമരഹസ്യത്തെക്കുറിച്ച്, ഞങ്ങളെ രക്ഷിക്കണമേ, അങ്ങേ പിറവിയെക്കുറിച്ച്, ഞങ്ങളെ രക്ഷിക്കണമേ, അങ്ങേ ബാല്യപ്രായത്തെക്കുറിച്ച്, ഞങ്ങളെ രക്ഷിക്കണമേ, അങ്ങേ ചേതനാചാരത്തെക്കുറിച്ച്, ഞങ്ങളെ രക്ഷിക്കണമേ, അങ്ങേ കഠിനാധ്വാനത്തെക്കുറിച്ച്, ഞങ്ങളെ രക്ഷിക്കണമേ, അങ്ങേ കഷ്ടപ്പാടുകളെയും ദുരിതങ്ങളെയും കുറിച്ച്, ഞങ്ങളെ രക്ഷിക്കണമേ, അങ്ങേ ദുഃഖങ്ങളെയും രക്തവിയർപ്പുകളെയും
ഉയർപ്പിനെയും കുറിച്ച്, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ കുരിശിനെയും അങ്ങ് അനുഭവിച്ച പരിത്യക്തതയെയും കുറിച്ച്, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ തിരുമരണത്തെയും സംസ്കാരത്തെയും കുറിച്ച്, ഞങ്ങളെ രക്ഷിക്കണമേ. മഹിമ പ്രതാപത്തോടെയുള്ള അങ്ങേ ഉയർപ്പിനെ കുറിച്ച്, ഞങ്ങളെ രക്ഷിക്കണമേ. അത്ഭുതകരമായ അങ്ങേ സ്വർഗാരോഹണത്തെ കുറിച്ച്, ഞങ്ങളെ രക്ഷിക്കണമേ. വിശുദ്ധ കുർബാന സ്ഥാപിച്ചതിനെ കുറിച്ച്, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ ആനന്ദത്തെ കുറിച്ച്, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങ് മഹിമാ പ്രതാപത്തോടുകൂടി എഴുന്നള്ളി വരാനിരിക്കുന്ന വിധി ദിവസത്തിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. യേശുവേ, കാരുണ്യപൂർവം ഞങ്ങളെ ശ്രവിക്കണമേ. പ്രാർത്ഥിക്കാം. ഓ കർത്താവായ ഈശോയെ, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടുമെന്ന് അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. കർത്താവേ, ഞങ്ങൾക്ക് അങ്ങയുടെ ദിവ്യസ്നേഹം നൽകണമേ. ഞങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയെ സ്നേഹിക്കുന്നതിനും നിങ്ങളുടെ എല്ലാ പ്രവൃത്തികളും വ്യാപാരങ്ങളും കൊണ്ട് അങ്ങയെ അവിരാമം മഹത്വപ്പെടുത്തുന്നതിനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. എഴുന്നള്ളുന്നു രാജാവെഴുന്നള്ളുന്നു, നാഗലോക നാഥനീശോ എഴുന്നള്ളുന്നു. മാനവർക്കു വരം തൂകി എഴുന്നള്ളുന്നു. ആരാധന യേശുവേ, അങ്ങേക്ക് ആരാധന. യേശുവേ, അങ്ങേക്ക് ആരാധന. ആരാധന ആരാധന യേശുവേ, അങ്ങേക്ക് ആരാധന. യേശുവേ, അങ്ങേക്ക് ആരാധന. ദൈവത്തിന്റെ വലിയ സ്നേഹം, അവിടുത്തെ കരുതൽ, അവിടെ നൽകുന്ന ബലം നമുക്ക് പ്രത്യേകമായി സ്വീകരിക്കാം. അവിടുന്ന് ഒത്തിരി സാന്ത്വനം നമുക്ക് തരുന്നുണ്ട്. നമുക്ക് ഏറ്റെടുത്ത് നമ്മുടെ ഹൃദയത്തിൻ്റെ ചഞ്ചലിപ്പ്, വേദനകൾ, ഒറ്റപ്പെടുന്ന അവസ്ഥകളെല്ലാം നമുക്ക് പ്രാർത്ഥിക്കാം. ബെത്ലഹേമിൽ വന്നുദിച്ചൊരു കനകതാരം, യൂദയായിൽ കതിരുവീശിയ പരമദീപം. ബെത്ലഹേമിൽ
പൂജ്യം മന്നിടത്തിനു ജീവനേകിയ സ്വർഗപൂജ്യം എഴുന്നള്ളുന്നു രാജാവെഴുന്നള്ളുന്നു നാഥലോകനാഥനീശോ എഴുന്നള്ളുന്നു മാനവർക്കു വരം തൂകി എഴുന്നള്ളുന്നു മാനവർക്കു വരം തൂകി എഴുന്നള്ളുന്നു ആരാധന ആരാധന ഞങ്ങൾ ആരാധിച്ച് യേശുവേ അങ്ങേക്ക് ആരാധന മാലാഖമാരുടെ ഗീതത്തിൽ യേശുവേ അങ്ങേക്ക് ആരാധന ഇസ്രായേൽ ജനത്തിന്റെ സ്തുതികളിൽ തിരുസഭയുടെ പ്രാർത്ഥനകളിൽ യേശുവേ അങ്ങേക്ക് ആരാധന വിശുദ്ധരുടെ ത്യാഗങ്ങളിൽ പരിത്യാഗങ്ങളിൽ യേശുവേ അങ്ങേക്ക് ആരാധന രക്തസാക്ഷികളുടെ രക്തസാക്ഷിത്വത്തിൽ യേശുവേ അങ്ങേക്ക് ആരാധന നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ലോകത്തിന്റെ മിത്രമാകാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ തന്നെ ദൈവത്തിന്റെ ശത്രുവാക്കുന്നു. യാക്കോബ് 4:4. ഏറെ നുറുങ്ങിയ ഹൃദയങ്ങൾ ഈശോയോടൊപ്പം നിന്നതുകൊണ്ട്, സത്യത്തിനു വേണ്ടി നിന്നതുകൊണ്ട്, ദൈവഹിതപ്രകാരം സംസാരിച്ചതുകൊണ്ട് ഒറ്റപ്പെടുത്തപ്പെടുകയും കളിയാക്കപ്പെടുകയും കുറ്റപ്പെടുത്തപ്പെടുകയും ചെയ്യുന്ന ഒത്തിരി ജീവിതങ്ങൾക്ക് ഈശോ ഇന്ന് സമാധാനം തരികയാണ്. പ്രിയപ്പെട്ടവരെ, ലോകം നമ്മളോട് പലതും പറയും. ദൈവത്തോടുള്ള വെറുപ്പാണ് ലോകത്തിൻ്റെ ഭാഷ. കാരണം ലോകം അവനെ എന്നേ വെറുത്തു കഴിഞ്ഞു. നിങ്ങളെയും ലോകം വെറുക്കുമെന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്. കാരണം ലോകത്തിൻ്റെ ഇംഗിതങ്ങൾക്കനുസരിച്ച്, ലോകത്തിൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ചുള്ള ഒരു ജീവിതമല്ല ക്രിസ്തീയ ജീവിതം. ആദിമസഭയിലെ ധീരരായ രക്തസാക്ഷികൾ പീഡിപ്പിക്കപ്പെട്ടത്, അവർ വറചട്ടിയിലേക്ക് വലിച്ചെറിയപ്പെട്ടത്, സിംഹത്തിന്റെ ദ്രംഷ്ടകൾക്കിടയിൽ അവർ പൊടിഞ്ഞില്ലാതായത്, ഞെരിഞ്ഞമർന്നത്, വഴിയോരങ്ങളിൽ അവർ വഴിവിളക്കുകളായി കത്തി എരിഞ്ഞമർന്നില്ലാതായത്, കഴുമരമേറിയത്, നഗ്നമാക്കപ്പെട്ടത് ഒറ്റ കാരണത്താലായിരുന്നു. അവർ സാമൂഹിക വിരുദ്ധരെന്ന് മുദ്രകുത്തപ്പെട്ടു. ക്രിസ്ത്യാനികൾ സാമൂഹിക വിരുദ്ധരെന്ന് അന്നത്തെ സമൂഹവും അന്നത്തെ സംസ്കാരവും മുദ്രകുത്തി. അങ്ങനെയാണ് ആദിമസഭയിൽ സഭയുടെ പീഡന കഥ ആരംഭിക്കുക. അതിന്നും തുടരുന്നു. യഥാർത്ഥ ക്രിസ്ത്യാനിയായി ജീവിക്കുന്നവൻ ഇടവകയിൽ പീഡിപ്പിക്കപ്പെടും. യഥാർത്ഥ ക്രിസ്ത്യാനിയായി ജീവിക്കുന്നവൻ കുടുംബത്തിന്റെ ഉള്ളിൽ പീഡിപ്പിക്കപ്പെടും. ഈശോയുടെ പരിശുദ്ധ ഹൃദയത്തെ വേദനിപ്പിക്കരുതെന്ന് ആഗ്രഹിക്കുന്നവൻ സുഹൃത്ത് വലയങ്ങളിൽ നിന്ന് പുറന്തള്ളപ്പെടും. എങ്കിലും ഈശോ ഇപ്പോൾ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമായ ഈശോ നിങ്ങളോട് പറയുന്നു, ഞാൻ നിനക്കൊരു സമ്മാനം തരുന്നുണ്ട്. അത്
ഒന്നാമതായി എൻ്റെ ശരീരവും രക്തവുമാണ്, എന്നെ തന്നെയാണ്. രണ്ടാമതായി എൻ്റെ അമ്മയെയാണ്. നീ എടുത്തുകൊള്ളുക. ഞാൻ എന്നെയും തരുന്നു. എൻ്റെ ഏറ്റവും വലിയ സ്നേഹമായ, എൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യമായ എൻ്റെ അമ്മയെയും തരുന്നു. നീ എടുത്തുകൊള്ളുക. ലോകം വേണോ, ദൈവം വേണോ? പലരും ലോകത്തിൻ്റെ സ്വാധീനത്തെ ചെറുത്തു നിൽക്കാൻ പറ്റാതെ ബലക്കുറവ് അനുഭവിക്കുന്നവരുണ്ട്. ഈശോയോട് പറയുക, കൂട്ടത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നു, കുടുംബത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നു, സംഘടനയിൽ ഒറ്റപ്പെട്ടു പോകുന്നു. ഭൂരിപക്ഷത്തിനൊപ്പം നിന്നില്ല എങ്കിൽ പുറന്തള്ളപ്പെടും, അപമാനിക്കപ്പെടും. ഇത്തരത്തിലുള്ള വേദനകളിലൂടെ കടന്നു പോകുമ്പോൾ ലോകത്തിൻ്റെ സിദ്ധാന്തങ്ങൾ, മായാപ്രകടനങ്ങൾ, ദുർമാതൃകകൾ പ്രിയപ്പെട്ടവരെ നമുക്ക് വേണ്ടെന്ന് വെക്കണം. നമ്മുടെ മാധ്യമങ്ങൾ, നമ്മൾ കാണുന്ന സിനിമകൾ, ഇപ്പോഴത്തെ ഫാഷനുകൾ, നമ്മൾ കേൾക്കുന്ന പാട്ടുകൾ പോലും, നമ്മുടെ പിള്ളേർ കേൾക്കുന്ന പാട്ടുകൾ പോലും തിന്മയുടെ വലിയ സ്വാധീനത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ഈശോയോട് മാപ്പപേക്ഷിക്കാം. ഈശോയ്ക്ക് വേണ്ടി നിൽക്കാൻ നമുക്കൊരു ബലം കിട്ടുന്നില്ല. ഈശോയെ, ഭക്തസ്ത്രീകള് ഈശോ കുരിശു ചുമന്നു പോകുന്ന വഴിയിൽ ഈശോയ്ക്ക് ഈ ഗതി വന്നല്ലോ എന്നോർത്ത് ഈശോയെ നോക്കി കരഞ്ഞ കുറേ സ്ത്രീകള് ഈശോ പറഞ്ഞു, നിങ്ങൾ എന്നെ ഓർത്തല്ല, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും നിങ്ങളുടെ നാളെയും ഓർത്ത് കരയുവിൻ. നിങ്ങളുടെ മേൽ വരാനിരിക്കുന്ന വലിയ ദൈവകോപത്തിൻ്റെയും നിങ്ങൾക്ക് വന്നു ചേരാനിരിക്കുന്ന വലിയ ദുർവിധിയെയും ഓർത്ത് കരയുവിൻ. നിങ്ങളും നിങ്ങളുടെ മക്കളും പട്ടിണി കിടന്നു മരിക്കും. നിങ്ങൾ ഇന്ന് പടുത്തുയർത്തിയിരിക്കുന്ന ഈ നഗരം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർക്കപ്പെടും. നിങ്ങളുടെ ദേവാലയം പോലും തകർക്കപ്പെടും. നിങ്ങൾ അതോർത്ത് കരയുവിൻ. പ്രിയപ്പെട്ടവരെ, തമ്പുരാൻ ക്രൂശിക്കപ്പെടണം, ക്രൂശിക്കപ്പെടണം, ക്രൂശിക്കപ്പെടണം എന്ന് ആക്രോശിച്ച ജനത്തിനിടയിൽ സ്വരം താഴ്ത്തി നിന്ന് ഒത്തിരി പേരുണ്ട്. എല്ലാവരും അങ്ങനെ ആഗ്രഹിച്ചവരാവില്ല. അവൻ്റെ അത്ഭുത പ്രവർത്തികൾ കണ്ടവരും അവനിൽ സത്യമുണ്ടെന്ന് കരുതിയവരുമുണ്ടാകും. എങ്കിലും അവർ ആൾക്കൂട്ടത്തെ ഭയപ്പെട്ടു, ഭൂരിപക്ഷത്തെ ഭയപ്പെട്ടു, ലോകത്തിൻ്റെ ഭീഷണിയെ ഭയപ്പെട്ടു. വീരത്വമുണ്ടായി. പത്രോസിനെ പോലെ ഒരു തീ കായുന്ന ലോകത്തിൻ്റെ ചെറിയ സൗജന്യം പറ്റി പത്രോസ് ഇരുന്ന് പല ആവർത്തി വെറുമൊരു സ്ത്രീയുടെ മുൻപിൽ, ഒരു കാര്യവുമില്ലാതെ അന്വേഷിച്ച ഒരു സ്ത്രീയുടെ മുൻപിൽ, സത്യത്തിൽ അവനെ ഒരുപക്ഷെ വലിയ പീഡനത്തിലേക്ക് കൊണ്ടുപോകില്ല, അവിടെ ഒരു അപമാനമേറ്റാൽ മതിയായിരുന്നിരിക്കാം. എനിക്ക് അവനെ അറിയത്തില്ല എന്ന് പറഞ്ഞു. നമ്മളിത് ആവർത്തിച്ചുകൊണ്ടിരിക്കുക. പ്രിയപ്പെട്ടവരെ, ലോകം നമ്മെ പീഡിപ്പിക്കും. ഒരുപക്ഷെ നമ്മളെ ജോലിയിൽ നിന്ന് വിരിച്ചു വിട്ടേക്കാം, നിലപാടെടുത്ത. കള്ളത്തരത്തിനും വഞ്ചനയ്ക്കും കൂട്ടുനിന്നില്ല എങ്കിൽ സംഘടനകളിൽ നിന്ന് പുറത്തു പോയേക്കാം. ചിലരുടെ വ്യക്തി താല്പര്യങ്ങൾക്ക് നിങ്ങൾ നിന്ന് കൊടുത്തില്ല എങ്കിൽ ഒരുപക്ഷെ ഭക്തസംഘടനകളിൽ നിന്ന് പോലും താഴെ പോയേക്കാം, പ്രശസ്തി കിട്ടാതിരുന്നേക്കാം. നിലപാടുകൾ സ്വീകരിച്ചാൽ നിങ്ങൾ പീഡിപ്പിക്കപ്പെടും. ഇത് ഈശോയുടെ ആലയമാണ്. സത്യത്തിൽ നമ്മുടെ പൊന്നു തമ്പുരാൻ കുരിശുമരണത്തിന് വിധിക്കപ്പെട്ടതിന്റെ പിന്നിൽ ഏറ്റവും വലിയൊരു കാരണമായി നിന്നത്, ഇത് എൻ്റെ പിതാവിന്റെ ആലയമാണ്, നിങ്ങൾ കച്ചവട സ്ഥലമാക്കിയിരിക്കുന്നു. ദേവാലയത്തിന്റെ നടുവിൽ നമ്മുടെ പൊന്നു തമ്പുരാൻ കയറി നിന്നു. 33 വയസ്സുകാരനായ ആരോഗ്യ ദൃഢഗാത്രനായ ചെറുപ്പക്കാരൻ കയ്യിൽ ചാട്ടവാറെടുത്തു, അടിച്ചു തെറിപ്പിച്ചു. കോലാഹലം. ദേവാലയത്തിന് നടുക്കവൻ കയറി നിന്നിട്ട് പറഞ്ഞു, എന്റെ പിതാവിന്റെ പ്രാർത്ഥനാലയത്തിലൂടെ നിങ്ങൾ ആരും ഇതിനെ അലങ്കോലപ്പെടുത്തുന്ന രീതിയിൽ പാത്രങ്ങൾ ചുമന്നുകൊണ്ടു പോകുവാൻ ഞാൻ അനുവദിക്കില്ല. പിന്നീട് വിചാരണയുടെ സമയത്ത് അവൻ ദേവാലയത്തിൽ ചെയ്ത ഈ പ്രവൃത്തി അവിടുത്തെ അധികാരികളെ ഏറെ ചൊടിപ്പിച്ചു. കാരണം കാലാകാലങ്ങളായി തുടർന്നു വന്ന കീഴ്വഴക്കമായിരുന്നു
ആ ദേവാലയ പരിസരങ്ങളിൽ നടന്ന കച്ചവടം എൻ്റെ പരിശുദ്ധാലയം, പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, ലോകം നമ്മളെ വെറുക്കും, നമ്മളെ ദ്വേഷിക്കും, ഒറ്റപ്പെടുത്തും, പീഡിപ്പിക്കും. എങ്കിലും നിങ്ങൾ ഈ ഭൂമിയിൽ മനുഷ്യരുടെ മുൻപിൽ എന്നെ തള്ളിപ്പറഞ്ഞാൽ സ്വർഗീയ ഇടങ്ങളിൽ നിങ്ങൾ തള്ളിപ്പറയപ്പെടും. പ്രിയപ്പെട്ടവർ, അനേകം വിശുദ്ധർ, ആദിമസഭയിലെ വിശുദ്ധർ, വിശുദ്ധ ഇരേണിവൂസ്, വിശുദ്ധ പോളികാർപ്പ്, വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം, അങ്ങനെ പോകുന്നു നീണ്ട നിര. വിശുദ്ധ ജസ്റ്റിൻ, വിശുദ്ധ ജെറോം, സഭാപിതാക്കന്മാർ, വിശുദ്ധ ഗ്രിഗറി. സിംഹത്തിന്റെ പല്ലിൽ നാളെ എരിഞ്ഞമർന്ന് ഇങ്ങനെ പൊടിഞ്ഞു തീരേണ്ടുന്ന, രക്തസാക്ഷിയാകേണ്ടുന്ന പിതാവ് ഇങ്ങനെ പറയുന്നു, ഞാൻ കുർബാനയാകാൻ പോവുകയാണ്. നാളെ ഞാൻ പരിശുദ്ധ കുർബാനയാകാൻ പോവുകയാണ്. വിശുദ്ധ ഇരേണിവൂസിനെ ഇഞ്ചിഞ്ചായി വെട്ടി നുറുക്കുമ്പോൾ, പച്ചിറച്ചി ഇങ്ങനെ വെട്ടി നുറുക്കി വലിച്ചെറിയുമ്പോൾ ജനം പറഞ്ഞു, ഒന്ന് തള്ളിപ്പറഞ്ഞുകൂടെ? പിതാവ് പറഞ്ഞു, ദൈവവചനം വെറുതെയാണെന്നാണോ നിങ്ങൾ കരുതുന്നത്? ഈ ലോകത്തിലെ ചെറിയ സുഖത്തിനു വേണ്ടി ഞാൻ ഒരു നിമിഷം തള്ളിപ്പറഞ്ഞ സ്വർഗീയ ഇടങ്ങളിൽ ഞാൻ തള്ളിപ്പറയപ്പെടും. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഇവാനിയോസ്, സ്വർണ്ണനാവുകാരനായ വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം വലിയ പീഡയിലൂടെ കടത്തിവിടപ്പെട്ടു. നമുക്ക് അവരുടെയൊക്കെ മാധ്യസ്ഥം യാചിക്കാം. ഈ കാലഘട്ടത്തിൽ സഭയ്ക്ക് വേണ്ടി, വിശ്വാസത്തിന് വേണ്ടി കർത്താവിനെ തള്ളിപ്പറയാത്ത ഒരു ഹൃദയം, കുരിശിന്റെ പീഡയുടെ ചുവട്ടിലും ഓടി ഒളിക്കാത്ത ഒരു ഹൃദയം, യോഹന്നാനെ പോലെ ഒരു ഹൃദയം, മഗ്ദലന പോലെ ഒരു ഹൃദയം, പരിശുദ്ധ അമ്മയെ പോലെ ഒരു ഹൃദയം നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. എന്നെ നാട് കടത്തട്ടെ. എന്നെ ഏത് നാട്ടിലേക്ക് നാട് കടത്തിയാലും അത് തമ്പുരാന്റെ നാടാണെന്ന് പറഞ്ഞ വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം, എന്നെ ആഴിയിലേക്ക് എറിയട്ടെ, യോനാ പ്രവാചകൻ എന്റെ മുമ്പിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞ വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം, വാളാൽ എന്റെ തല കീറട്ടെ, ഞാൻ എന്തിനെ ഭയപ്പെടണമെന്ന് പറഞ്ഞ വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം. അതുപോലെ നമ്മുടെ സഭയുടെ വലിയ രക്തസാക്ഷികളുടെ നിര, ഈശോയുടെ പരിശുദ്ധ വചനത്തിന്, സത്യവചനത്തിന് സാക്ഷ്യം വഹിച്ച് ജീവൻ വെടിഞ്ഞവരുടെ നിര. ഒരുപക്ഷെ രക്തം ചൊരിഞ്ഞില്ലെങ്കിൽ പോലും രക്തസാക്ഷികളെ പോലെ ജീവിക്കേണ്ടി വന്ന അനേകം വിശുദ്ധരുടെ നിര, സാക്ഷികളുടെ വലിയ നിര. ഇപ്പോൾ ഈ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തെ നമ്മൾ ആരാധിക്കുമ്പോൾ ഇവിടെ അണിനിരന്നിട്ടുണ്ട്. നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്, നിലപാടുകൾ സ്വീകരിക്കണം, ഹൃദയത്തിൽ ചഞ്ചലിപ്പുണ്ടാകരുത്. അങ്ങനെ നിങ്ങൾ നടത്തുന്ന സമർപ്പണമല്ല, ദൈവത്തിനിടം കൊടുക്കണം. നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഒരു അഭിഷേകം നമ്മളിലേക്ക് വ്യാപരിക്കട്ടെ. വേണ്ടാത്തത് വേണ്ടെന്ന് വെക്കുവാനുള്ള അഭിഷേകം. 1 കൊരിന്തോസ് 10:23 നമ്മൾ വായിക്കുന്നു, എല്ലാം അനുവദനീയമാണ് എന്നാൽ എല്ലാം ഗുണകരമല്ല, എല്ലാം അനുവദനീയമാണ് എന്നാൽ എല്ലാം പടുത്തുയർത്തുന്നില്ല. പ്രിയപ്പെട്ടവരെ, വേണ്ടാത്തത് വേണ്ട എന്ന് വെക്കുവാനുള്ള ഒരു അഭിഷേകത്തിന് വേണ്ടി നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. പാപവും ലോകവും മാടി വിളിക്കുമ്പോൾ എന്റെ തമ്പുരാൻ മുന്നിൽ നിൽക്കുന്നു എന്ന ബോധ്യം വേണം. വീഴാതെ എന്നെ നീ കാത്തിടണേ. ഈശോയെ, ഞാൻ നിനക്കുള്ളവനാണെന്നുള്ള ഒരു ബോധ്യം വേണം. ആത്മാവിനാലേ ഉറകൂട്ടണേ. പരിശുദ്ധാത്മാവിന്റെ സ്ഥൈര്യം, ആത്മാവിൻ ജ്വാലയ ആത്മബലം നിറക്കേണമേ. ലോകത്തെ നിങ്ങൾ ഭയപ്പെടേണ്ട. ആദിമസഭയിൽ ശിഷ്യന്മാരെ കണ്ടപ്പോൾ, ഇതാ ലോകത്തെ കീഴ്മേൽ മറിക്കുന്ന, എല്ലാത്തെയും തകിടം മറിക്കുന്ന ആ മനുഷ്യർ ഇവിടെയും എത്തിയിരിക്കുന്നു എന്ന് അവരെ കുറിച്ച് പറഞ്ഞു.
ഭയം ലേശമില്ലാതെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിറഞ്ഞപ്പോൾ ഒന്നിനെ ഭയപ്പെടാത്ത ഒരു സമൂഹത്തിന്റെ പേരായിരുന്നു ക്രിസ്ത്യാനികൾ. ആ ഒരു അഭിഷേകത്തിന് വേണ്ടി നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിന്റെ ബലം. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ കൃപയായി നീ വലിയ ബലം, നിറയേണമേ. നിലപാടെടുക്കുവാനുള്ള കൃപ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ കൃപയായി നീ എന്നിൽ തല പോയാലും തമ്പുരാനെ തള്ളിപ്പറയില്ല എന്നൊരു നിശ്ചയമെടുക്കാൻ പരിശുദ്ധാത്മാവേ ശക്തിപ്പെടുത്തണമേ. വരദാനമെന്നിൽ ചൊരിയണമേ. വലിയ സ്ഥൈര്യം, പരിശുദ്ധാത്മാവേ ആത്മബലം. പരിശുദ്ധാത്മാവേ വരദാനമെന്നിൽ ചൊരിയണമേ. ശക്തരായ സാക്ഷികൾ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ കൃപയാലെ നീ എന്നിൽ നിറയേണമേ. പ്രിയപ്പെട്ടവരെ, ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചേ. പരിശുദ്ധാത്മാവേ നമുക്ക് കരങ്ങൾ നെഞ്ചിലേക്ക് വെച്ച് മുട്ടുമേ നിൽക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം വ്യാപരിക്കുകയാണ്. സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഒരു അഭിഷേകം കർത്താവിനെ തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള ഇന്നലകളിലെ എന്റെ ജീവിതത്തെ ഓർത്ത് ഞാൻ ലോകത്തിന്റെ താല്പര്യത്തിനനുസരിച്ച് ദൈവത്തിന്റെ നിയമങ്ങളെ ഞാൻ വളച്ചൊടിച്ച ഇന്നലകളിലെ എന്റെ ജീവിതത്തിൽ ദൈവമേ നിലപാടെടുക്കുന്നതിനുള്ള ഒരു കൃപ തരണമേ. ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചേ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ. ഓ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ എന്നെ നയിക്കണമേ. നമുക്ക് മുട്ടുമേ നിൽക്കാം. പരിശുദ്ധാത്മാവേ ഇപ്പോൾ വലിയ അഭിഷേകം വ്യാപരിക്കാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവേ ഈശോയുടെ വലിയ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. കർത്താവ് കരം നീട്ടി തൊടുന്ന സമയമാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ അളന്നല്ല കർത്താവ് തരുന്നത്. അത് വലിയ സമൃദ്ധിയാണ്. ആത്മാവ് പെരുമഴയാണ്, കാറ്റാണ്, തീയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പെരുമഴയായി പെയ്തിറങ്ങുമ്പോൾ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുധരിൽ. നിർമ്മലരാ ജീവിച്ചിടുവാൻ ചിന്തനമേ ദിവ്യവരങ്ങൾ. നിർമ്മലരാ ജീവിച്ചിടുവാൻ ചിന്തനമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയുമുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുമുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്